ഹലോ ഗേസ്, ഇന്നത്തെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാട്ടോ. അതിൻ്റെ കാരണം ഇപ്പോഴല്ല, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പരിപ്പ് കഴുകി കുതിർക്കാൻ വെച്ചതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒരു 3 വിസിൽ വേവിക്കാൻ വെച്ച്. വെള്ളരി മുറിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കുക്കർ കൂട്ട് അവിടെ 3 വിസിലും വിളിച്ചിട്ടോ. അരപ്പിനായിട്ട് ഞാൻ തേങ്ങ ചിരുവയിലേക്ക് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, മഞ്ഞളും കൂടിയായിട്ട് ചേർക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കുക്കർ ഇത് തുറന്ന് നോക്കിയപ്പം പരിപ്പൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളരി ഇട്ടാണ്ട് ഒരൊറ്റ വിസിലടുപ്പിക്കുക. അതിന് ശേഷം നമ്മുടെ ഈ അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ, അമ്മ കുഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലതും. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കണം കേട്ടോ. അധികം തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ രുചി മാറും. ഇനി നമ്മുടെ കറിയുടെ അവസാന ഘട്ടത്തിൽ ഒന്ന് വറവിടുക കൂടി വേണം കേട്ടോ. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിടുക, പൊട്ടിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഒഴിക്കുക. അത്രയേ ഉള്ളൂ, വറവിടൽ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയുണ്ടൊരു സാധനം കൂടി. ഞങ്ങളുടെ വീട് ഏകദേശം തീരപ്രദേശത്തോട് ചേർന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഫ്രഷ് മീൻ കിട്ടും. അങ്ങനെ ഇന്ന് കിട്ടിയ മീനാണ് മത്തി. ഇത് കിട്ടിയപ്പോൾ തന്നെ പോരാളി പറഞ്ഞു, കറി ഏതായാലും നീ വെച്ചില്ലേ, എന്നാൽ പിന്നെ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. അങ്ങനെ മത്തിയൊക്കെ ഫ്രൈ ആക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ നല്ല സന്തോഷത്തിലാണെന്ന്. നമ്മുടെ ചാനൽ ഇന്ന് 10 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം കേട്ടോ. അതിൻ്റെ സന്തോഷമാണ്. സന്തോഷിക്കാൻ നമുക്കെപ്പോഴും വലിയ കാരണങ്ങൾ തന്നെ വേണമെന്നില്ലല്ലോ, ചെറുതായാലും പോരെ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.